ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളുടെ മാത്സ് പരീക്ഷ കഴിഞ്ഞ് വന്നവരാണ് നിങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്നെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയുടെ എന്താണ് അവസ്ഥ എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും നമ്മുടെ അവസാനത്തെ പരീക്ഷ +1 പബ്ലിക് എക്സാമിലെ അവസാനത്തെ പരീക്ഷ ഇംഗ്ലീഷാണ്. ഭാഗ്യത്തിന് ഇംഗ്ലീഷ് നിങ്ങളെ ഓവർ ബുദ്ധിമുട്ടിക്കാനൊന്നും പോകുന്നില്ല. മര്യാദയ്ക്ക് പഠിച്ച് ചാപ്റ്ററും പോയോ പിന്നെ റൈറ്റിംഗ് പഠിച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കുറച്ച് അധികം ദിവസങ്ങൾ ഇംഗ്ലീഷ് ഉണ്ടായിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ഫിസിക്സിനെല്ലാം കിട്ടിയിരുന്നെങ്കിൽ, ഫിസിക്സിൻ്റെ പരീക്ഷ എളുപ്പമുണ്ട്, കുഴപ്പമില്ല, എന്നാലും കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എങ്കിലും ഇംഗ്ലീഷിന് സമയം കൂടുതലാണ്. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇംഗ്ലീഷിന് ഓവർ ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. പരീക്ഷയുടെ തലേന്ന് പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ 2 ദിവസം പഠിച്ചാൽ പോരെ എന്ന് വിചാരിച്ചാൽ ഇംഗ്ലീഷിന് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം 2 വർഷം മുൻപ് പല കുട്ടികൾക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മാർക്ക് പോയത് സർപ്രൈസിംഗ്ലി ഇംഗ്ലീഷിലായിരുന്നു. 2, 3, 4 മാർക്ക് കൊണ്ട് ഫുൾ മാർക്ക് നഷ്ടപ്പെട്ടവരുണ്ട്. ഫുൾ മാർക്കിൻ്റെ കാര്യം മാത്രമല്ല, അല്ലാതെയും എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മാർക്ക് നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. അത് ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഇംഗ്ലീഷ് ഞാൻ തകർക്കുന്നു വിചാരിച്ചിട്ട്. അപ്പോൾ അത് പാടില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നന്നായി പഠിക്കണം. പക്ഷെ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാൻ വേണം. ആ പ്ലാൻ മനസ്സിലാക്കണം. ആദ്യം നിങ്ങളുടെ ഇംഗ്ലീഷ് പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അപ്പോൾ ഈ വർഷത്തെ മോഡൽ എക്സാമിൻ്റെ പേപ്പറാണ് ബാക്കിൽ കാണുന്നത്. അത് പേപ്പറായിട്ടല്ല വെച്ചിരിക്കുന്നത്, അതിനെ സെക്ഷൻ വൈസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്ന ഇംഗ്ലീഷ് പബ്ലിക് എക്സാമിന് പേപ്പർ ഉണ്ടാകും. ഓൾമോസ്റ്റ് 100% മോഡൽ എക്സാം പോലെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തായിരിക്കും ഉണ്ടാവുക പേപ്പറിൽ? ഫസ്റ്റ് തന്നെ ഒരു ചാപ്റ്റർ ബേസ് ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചാപ്റ്ററിന് ലൈൻ തരും, റീഡിംഗ് കോമ്പിനേഷൻ പോലെ നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അറിയുന്ന ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ആ ചാപ്റ്റർ നിങ്ങൾ വായിച്ചിരിക്കണം, നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിരിക്കണം, എന്തെങ്കിലും നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അതേപോലെ തന്നെ അടുത്ത ചോദ്യം ഉണ്ടാവുക പോയംസ് എന്നായിരിക്കും ഉണ്ടാവുക. പോയംസും ഇതുപോലെ ക്വസ്റ്റൻ ആൻസർ ആയിരിക്കും ഉണ്ടാവുക. പോയംസ് നന്നായി പഠിക്കണം. കാരണം ചാപ്റ്റർ നിങ്ങൾ അതൊന്ന് വായിച്ചില്ലെങ്കിൽ ഉത്തരം പറയാൻ പറ്റും. പോയംസിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നേരത്തെ അറിയില്ലെങ്കിൽ, ബിഫോർ ഹാൻഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോയം നന്നായി പഠിച്ചേ പറ്റുള്ളൂ. സാർ എങ്ങനെ പഠിക്കാം പറഞ്ഞുതരാം, വെയിറ്റ്. അടുത്ത സെക്ഷനിലെ പേരാണ് ഗ്രാമർ തുടങ്ങും. ഗ്രാമർ നമ്മുടെ SSLCയിലെ പോലെ അവസാനം മൊത്തം ഗ്രാമർ അങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക. ഗ്രാമർ ഇടയിൽ കൂടെ വന്നു പോകും. അപ്പോൾ ഗ്രാമർ ഇടയ്ക്ക് വരും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ടെൻസും ഇഫ് കണ്ടീഷണൽ ബേസ്ഡ് ആയിരിക്കും ആ ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പബ്ലിക്കിലും ഏതാണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു പോയം ഉണ്ടായിരുന്നു, വീണ്ടും ക്വസ്റ്റ്യൻ ഫ്രം പോയം ആയിരുന്നു ഉള്ളത്. പിന്നെ വീണ്ടും ഗ്രാമറിലേക്ക് വരികയാണ്. ഗ്രാമറിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും ഗ്രാമർ എഡിറ്റ് ദ എറേഴ്സ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആയിരുന്നു. എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്? പേടിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞുതരാം. അപ്പോൾ ഈ രീതിയിലാണ് ഗ്രാമറും പിന്നെ ഇടയിൽ ഒരു പോയം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പിന്നെ മൊത്തം റൈറ്റിംഗ് സെക്ഷനാണ്. റൈറ്റിംഗ് ഇടയിൽ കൂടെ ചാപ്റ്ററിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചാപ്റ്ററിൻ്റെ ഫോർ എക്സാമ്പിൾ ഗാന്ധിജിയുടെ എന്താണ് 2-fold പാത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ്. അപ്പോൾ അങ്ങനത്തെ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൂടാതെ നമ്മുടെ പാരഗ്രാഫ് റൈറ്റിംഗ് സെക്ഷൻ, പ്യുവർ റൈറ്റിംഗ് സെക്ഷൻ, ക്യാരക്ടർ സ്കെച്ച്, ഡൂസ് ആൻഡ് ഡോൺസ് എഴുതുക, റൈറ്റപ്പ് എഴുതുക. പിന്നെ ഫുൾ റൈറ്റിംഗ് തന്നെയാണ്. സ്പീച്ച്, നരേറ്റീവ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇമെയിൽ, ആർട്ടിക്കിൾ, ട്രാവൽ എസ്സേ, വെറും എസ്സേ, സാധാരണ എസ്സേ, പോയം അപ്രീസിയേഷൻ, അൺനോൺ പോയം, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പോയമിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പേപ്പർ ഉള്ളത്. ഈ ഒരു രീതിയിലാണ് പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാവാനും പോകുന്നത്. ബേസിക് ആയിട്ട് ഐഡിയ കിട്ടിയില്ല എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മളിതിനെ സെക്ഷൻ വൈസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്രോക്സിമേറ്റ്ലി 6 മാർക്കിന് ഗ്രാമർ എന്ന് വരും. ഈ 6 മാർക്ക് മോഡലിലെ 6 മാർക്ക് വന്നുകൊണ്ട് പബ്ലിക്കിൽ എക്സാക്ട്ലി 6 മാർക്കിന് വരണമെന്നില്ല. ചിലപ്പോൾ 6, 8 ആവാം, ചിലപ്പോൾ 4 ആവാം. ഓരോ വർഷം ചെറിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ ഇത്രയും റേഞ്ചിലാണ്, ആ 4 to 8 റേഞ്ചിലായിരിക്കും ഗ്രാമർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് 18 മാർക്കിനുണ്ടാവും. 18 മാർക്ക് ചാപ്റ്റർ, പ്യുവർലി ചാപ്റ്റർ ബേസ്ഡ്. അപ്പോൾ ചാപ്റ്റർ എന്ന് അറിയാത്ത കുട്ടികൾക്ക്, ചാപ്റ്റർ വായിക്കാത്ത കുട്ടികൾക്ക് ഒന്നും കിട്ടില്ല. ആ ലെവലിലാണല്ലോ. അപ്പോൾ SSLCയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. SSLC ഒരു ചോദ്യം പോലും നിങ്ങൾ ചാപ്റ്റർ പഠിച്ച് പോയിട്ട് ആൻസർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാം റൈറ്റപ്പ്, നരേഷൻ, ഡയറി എൻട്രി ചാപ്റ്റർ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോർമാറ്റൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമായിരുന്നു. ഇതങ്ങനെയല്ല, ഇത് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 18 മാർക്ക് അങ്ങനെ തന്നെ കിട്ടും. 13 മാർക്ക് പോയതിന്. 13 മാർക്കിൻ്റെ കാര്യം ഞാൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. ചെറിയൊരു എറർ വരുത്തിയെന്ന് സംശയമുണ്ട്. ഇവിടെ ഒരു 8 മാർക്ക് കിടപ്പുണ്ട്. ഇത് ഓപ്ഷനും കൂടെ കൗണ്ട് ചെയ്തിട്ടാണ്, 2 കൂടി ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ആൻസർ, അത് ഏതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് 8 മാർക്കും 8 മാർക്ക് 2 ഞാൻ കൂട്ടിയിട്ടുണ്ട്. 8 മാർക്ക് ഇവിടെ ഈ ഒരു മാർക്ക് ഞാൻ കൂട്ടിയിട്ടുണ്ടാവില്ല, അതായത് 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ 8, 10, 10ഉം പിന്നെ ഈ പോയം ക്വസ്റ്റ്യൻ കൂടെ 5, 10, 5, 15 മാർക്കാണ് കേട്ടോ വരിക. 15 മാർക്ക്. ആ ഒരു എറർ ഞാൻ കറക്റ്റ് ചെയ്യണേ, വലിയ വ്യത്യാസമൊന്നുമില്ല. 15 മാർക്ക് പോയം. അപ്പോൾ പോയം കൃത്യമായിട്ട് പഠിച്ചാലേ ആ 15 മാർക്ക് കിട്ടുള്ളൂ, അതിലൊരു സംശയമില്ല. ഇതിൽ ഞാൻ അൺനോൺ പോയത്തിൻ്റെ അപ്രീസിയേഷൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ച പോയത്തിന് തന്നെ 15 മാർക്കിന് ചോദ്യം വരും. ആൻഡ് ലാസ്റ്റ്ലി റൈറ്റിംഗ് സെക്ഷൻ, പ്യുവർലി റൈറ്റിംഗ് സെക്ഷൻ. ഞാൻ പറഞ്ഞ പോലെ റൈറ്റപ്പും ക്യാരക്ടർ സ്കെച്ചും എസ്സേയും ആർട്ടിക്കിളും
അൺനോൺ പോയം ക്രിട്ടിക്കൽ അപ്രിസിയേഷനും എല്ലാം കൂടി ചേർത്തിട്ട് 66 മാർക്കിനാണ് അവിടെ കിടപ്പുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഒബ്വിയസ്ലി ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റൈറ്റിംഗ് സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഭയങ്കര എളുപ്പമാണ്. കാരണം എന്താണ്, ജസ്റ്റ് നിങ്ങൾ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു പോയാൽ മതി, അല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ബാക്കിയുള്ള അതിൻ്റെ കണ്ടന്റ് ഒക്കെ ചാപ്റ്ററിൽ നിന്നായിരിക്കും വരിക. ഇപ്പോൾ എസ് എ ആണെങ്കിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് എസ് എ ആയിരിക്കും, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ വാല്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള റൈറ്റപ്പ് ആയിരിക്കും ഉണ്ടാവാം. അപ്പോൾ ചാപ്റ്റർ പഠിച്ചവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഫോർമാറ്റും കൂടി പഠിച്ചാൽ മതി. ഈസി ആയിട്ട് കിട്ടാവുന്ന 66 മാർക്കാണിത്. അതേപോലെ ഈസി ആയിട്ട് കിട്ടാവുന്ന മാർക്കാണ് ചാപ്റ്റർ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ചാപ്റ്റർ വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ 18 മാർക്ക് ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടിയ പരിപാടിയാണ് ഈ പോയം. കാരണം പോയം മനസ്സിലാക്കണം. എന്നാലും നിങ്ങൾ ലൈവിൽ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, മീഡിയം. ഗ്രാമർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവിടെ കുറച്ച് മാർക്കേ ഉള്ളൂ, 6 മാർക്കിനല്ലേ വരുള്ളൂ. അപ്പോൾ വലിയ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്ന് പറയാൻ കാരണം നമുക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കാം, പക്ഷേ ഗ്രാമർ എന്ന് പറയുമ്പോൾ ബേസിക്കലി അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സിൽ അതേ ചോദ്യങ്ങൾ വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചിരിക്കുന്ന ഗ്രാമറിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ ആ 6 മാർക്കിൽ ഒരു 4 മാർക്കെങ്കിലും ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ രീതിയിലാണ് ഇംഗ്ലീഷിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. റെഡി? ഇനി ഇതിന് എന്താണ് സാർ പ്ലാൻ? ഇനിയുള്ള ദിവസങ്ങൾ എന്താ ചെയ്യേണ്ടത്? മകളെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഉഴപ്പാനാണ് തീരുമാനിച്ചെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, മാർക്ക് എന്തായാലും പോകും. ഓക്കെ, ഇംഗ്ലീഷാണ് ഭയങ്കര ഈസി ആണെന്ന് വിചാരിച്ചു വന്നാൽ അങ്ങനെ ചിന്തിച്ച കാര്യമില്ല. നന്നായിട്ട് പഠിച്ചാൽ എന്തായാലും മാർക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ഇംഗ്ലീഷിനുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു ഇത്. ബാക്കിയുള്ള സബ്ജക്ട്സ് അങ്ങനെയല്ല. നിങ്ങൾ മാത്സ് എത്ര നന്നായിട്ട് പഠിച്ചാലും ഒരു പക്ഷേ എന്താണ്, നിങ്ങൾ അവസാന നിമിഷം പഠിച്ചാലും മാത്സ് ടഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സ് ടഫ് ആണെങ്കിൽ, കെമിസ്ട്രി ടഫ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ പോകുന്നില്ല. പ്ലസ് ടുലൊക്കെ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടി, അവസാന നിമിഷം പഠിച്ചവരും കിട്ടി. നെക്സ്റ്റ് ഇയർ ഒന്നും അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഇംഗ്ലീഷ് നിങ്ങൾ അവസാനം നിമിഷം പഠിച്ചാലും ഗ്രാമറിലെ മാർക്ക് ഫുള്ള് ഈ പറയാൻ പറ്റില്ലെങ്കിലും മറ്റുള്ള മാർക്ക് ഫുള്ള് വാങ്ങാൻ പറ്റും. കാരണം അത്രയേ ഉള്ളൂ. അതിൽ ഒരു വർഷം മൊത്തം പഠിക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല. ഓക്കെ, അതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ പഠിച്ചു കൊടുക്കണം. ഇന്ന് മുതൽ ലൈവ് ഉണ്ടാവില്ല, ലൈവ് നാളെ മുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നെന്താണ് പഠിക്കേണ്ടതെന്നാണോ? അല്ല, ഇന്ന് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്യുക, ഒരു വൈകുന്നേരം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാ ചാപ്റ്ററും നിങ്ങളുടെ രീതിയിൽ ഒരു റീഡിങ് നടത്തുക. വെറുതെ വായിച്ചോ. പ്ലസ് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് ഉണ്ടാവില്ലേ, സ്കൂളിൽ ടീച്ചർ എന്ന റൈറ്റിങ്ങിൻ്റെ ഒക്കെ നോട്ട്സ് ഉണ്ടാവില്ലേ? ഇല്ലെങ്കിൽ ആരാ വിളിച്ച് ചോദിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് വായിക്കാം. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക. മൈക്കൗട്ട് കണ്ടില്ല, പെട്ടെന്ന് പേടിച്ചു, അല്ലെങ്കിൽ വീഡിയോ ഫുൾ എടുക്കേണ്ട അവസ്ഥ വന്നേനെ. ഓക്കെ, എന്നിട്ട് നാളെ മുതൽ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ലൈവിൽ കംപ്ലീറ്റ് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് തരും. അപ്പോൾ ഓൾറെഡി ചാപ്റ്റേഴ്സ് വായിച്ച് വരുന്നവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു റിവിഷൻ ആയിരിക്കും ഉണ്ടാവും. ഈ ചാപ്റ്റർ ബേസ്ഡായുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അടുത്ത ദിവസത്തെ ലൈവിൽ എല്ലാ പോയംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് മീനിങ് അറിഞ്ഞില്ലെങ്കിൽ ഒരെണ്ണം പോലും ആൻസർ ചെയ്യാൻ പറ്റില്ല. ചാപ്റ്റർ എന്തെങ്കിലുമൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും, പോയം പറ്റില്ല. ആൻഡ് ലാസ്റ്റ് ദിവസം നമ്മൾ റൈറ്റിംഗ് പ്ലസ് ഗ്രാമർ കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. റൈറ്റിംഗ് കുറേ ഉണ്ട്, പക്ഷേ റൈറ്റിംഗ് കുഴപ്പമില്ല. നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് ഇവിടെ റെഡിയാക്കിയാൽ റൈറ്റിങ്ങിന് പിന്നെ ഫോർമാറ്റും പിന്നെ അത് എങ്ങനെ ചോദ്യങ്ങളുടെ എക്സാമ്പിളും കാണിച്ചു തരേണ്ടി വരും. ഇപ്പോൾ റൈറ്റപ്പ് എങ്ങനെ എഴുതണം, ഒരു എക്സാമ്പിൾ, ഒരു ചോദ്യം വരും, അതിൻ്റെ എക്സാമ്പിൾ. ഒരു പക്ഷേ അതേ ചോദ്യം പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ലൈവ് വെക്കാൻ പോകുന്നത്. ലൈവിനെ മാത്രം ആശ്രയിക്കരുത്. രാവിലെ സമയങ്ങളിൽ കഴിഞ്ഞ ദിവസത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഇരുന്നിട്ട് ആ ചാപ്റ്റേഴ്സ് ഒന്നും കൂടി റിവൈസ് ചെയ്യുക, ചോദ്യങ്ങൾ റിവൈസ് ചെയ്യുക. പോയം കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഇരുന്ന പോയം റിവൈസ് ചെയ്യുക. അത് തലമണ്ടയിൽ ഉണ്ടായിരിക്കണം. പരീക്ഷാ ദിവസവും പരീക്ഷ ഹാളിൽ പോകുമ്പോൾ ഈ സാധനം തലയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പുവരുത്തണം നിങ്ങളുടെ പണിയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇത് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും 90% മുകളിൽ ഉറപ്പാണ്. ഒന്നും കൂടി ഇത് നന്നായിട്ട് ചെയ്യാണ് 95% മുകളിലും. അതൊന്നും കൂടി സിൻസിയറായിട്ട് ചെയ്താൽ നിങ്ങൾ സയൻസിനും ഫിസിക്സിനും മാത്സിനും ഒക്കെ പഠിച്ച പോലെ തന്നെ നന്നായി പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് വരെ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ കൈകളിലാണ്. ബാക്കിയുള്ള എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അത്രേ പറയാനുള്ളൂ. ഈ സ്റ്റഡി പ്ലാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ സാർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. നമുക്കിനി ലൈവിൽ കാണാം. ലൈവ് നാളെ മുതൽ കേട്ടോ. ഓക്കെ, മാത്രമല്ല കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ആ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. പ്രൊഡിക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ വരും. അതിൽ ഓവർ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, തമാശയിൽ എടുക്കുക. അതിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക. അത് മാത്രമേ പഠിച്ചു പോയാൽ പണി പാളും. SSLCയിലെ വർക്ക് ആയിരിക്കും, +1 വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.